പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. വലിയൊരു ദൈവിക വെളിപാടാണ് പൗലോസ്ലിഹ നിങ്ങളുടെ മുമ്പിൽ ഈ രാത്രിയിൽ അവതരിപ്പിക്കുക. പൗലോസ്ലിഹയെ കുറിച്ച് തന്നെ പറയുക, കഷ്ടതകളിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. മിഷൻ യാത്രയിൽ പറയുക, കഷ്ടതകളിൽ ഞങ്ങൾ തളർത്തപ്പെടുകയല്ല, ഞങ്ങൾ അഭിമാനിക്കുന്നു. അതിന് കാരണമാണ് പറഞ്ഞു വയ്ക്കുക, കഷ്ടത സഹനശീലം തരുന്നു, ഈ സഹനശീലം ആത്മധൈര്യം നൽകുന്നു, ആത്മധൈര്യം പ്രത്യാശ ഉളവാക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിലെ കഷ്ടതകൾ ദൈവത്തിലുള്ള പ്രത്യാശയിലേക്ക് പടിപടിയായിട്ട് നയിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആകുലതകളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഈ വചനത്തെ കൂടി ഒന്ന് കൂട്ടുപിടിക്കാവോ? ഈ വചനം പല ആവർത്തി പറഞ്ഞിട്ട് ഇതിൻ്റെ ശക്തി, ഒരു പുതിയ പ്രത്യാശ കിട്ടുന്നതിന്, പുതിയ പ്രതീക്ഷ കിട്ടുന്നതിന് വേണ്ടി ഇതിൻ്റെ ശക്തി തരണമെന്ന് വചനം പ്രാർത്ഥിച്ചിട്ട് പറയാവോ? തീർച്ചയായിട്ടും ശക്തി നിങ്ങളെ കടന്നു വരും. സഹനങ്ങൾ നിങ്ങളെ നഷ്ടധൈര്യരാക്കാൻ വേണ്ടിയല്ല, നിങ്ങളുടെ ജീവിതത്തിനെ തകർത്ത് കളയാൻ വേണ്ടിയല്ല, മറിച്ച് ദൈവത്തിലുള്ള പ്രത്യാശയെ നിങ്ങളെ കൂടുതൽ കൂടുതൽ വളർത്തുന്നതിന് വേണ്ടിയാണ്. അച്ഛന് ഈ ഒരു അഭിഷേകം നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നതിന് വേണ്ടി ഈ രാത്രി പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ കുടുംബത്തെയും കുടുംബാംഗങ്ങളെല്ലാം പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഇവർ ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടതകളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈശോയെ, നഷ്ടധൈര്യരാകാതെ നീ ഇതിൽ ഉണ്ട് എന്നും നിൻ്റെ കരുത്തുറ്റ കരം പുതിയ പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും നയിക്കുന്ന ബോധ്യം ഇവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എതിർചിന്തകൾ ഇവരിൽ രൂപപ്പെടുന്നുണ്ടെങ്കിൽ നിൻ്റെ നാമത്തിൽ അത് മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദുഷ്ടൻ ഏതെങ്കിലും രീതിയിൽ ഈ ഭവനാംഗങ്ങളെ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ നാമത്തിൽ ദുഷ്ടൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ശാന്തിയും സമാധാനവും സാമ്പത്തിക ഭദ്രതയും സന്തോഷമൊക്കെ ഈ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ സമാധാനത്തോടുകൂടി ഉറങ്ങാൻ ഈ മക്കൾക്ക് സാധിക്കട്ടെ. നാളത്തെ പ്രഭാതത്തിൽ പുതിയ പ്രതീക്ഷയും പുതിയ ഉണർവുമായിട്ട് ഇവർ ജീവിതത്തിലേക്ക് കടന്നു. നിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.